സമരം പൊളിക്കാനോ SFIയുടെ ശ്രമമെന്നാണ് സൂപ്പർ പ്രൈം ടൈം ആദ്യം ചർച്ച ചെയ്യുന്നത്. ശ്രീ ജെയ്ക് സി തോമസ്, ഈ വിഷയത്തിൽ നിങ്ങൾ എല്ലാവരും അതിശക്തമായി ഉന്നയിച്ചിരുന്ന ഒരു വാദമെന്ന് പറയുന്നത് വിദ്യാർത്ഥി സംഘടനകൾക്ക് ഈ വിഷയത്തിൽ ഏകാഭിപ്രായമാണ് എന്നാണ്. പക്ഷേ സമരം പരിഹരിക്കുന്ന കാര്യത്തിൽ ഒരു വിദ്യാർത്ഥി സംഘടനയ്ക്ക് മാത്രമാണ് ഈ ഏകാഭിപ്രായത്തിലേക്ക് കാര്യങ്ങൾ എത്താതെ അതിനെ പകുതിയിൽ വെച്ച് തൃപ്തമായൊരു തീരുമാനം എന്ന നിലയിൽ മാനേജ്മെൻറ്റിൻ്റെ നിലപാടുകളെ ഉയർത്തിക്കാട്ടാൻ കഴിഞ്ഞത്. അത് ഈ സമരത്തെ വഞ്ചിക്കുന്നതിന് തുല്യമായിരുന്നില്ലേ? ഇവിടെ ആദ്യഘട്ടത്തിൽ ശ്രീ വേണു ഉന്നയിച്ച ചർച്ചയുടെ തലക്കെട്ട് SFI ആരെ സംരക്ഷിച്ചു എന്നതായിരുന്നു. ഒരു സംശയവും വേണ്ട, അഭിമാനം കലർന്ന ബോധത്തോടു കൂടി തന്നെയാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. SFI സംരക്ഷിച്ചത് ലോ അക്കാഡമിയിലെ രാഷ്ട്രീയ സങ്കുചിത വ്യത്യാസങ്ങൾക്ക് അതീതമായി മുഴുവൻ കുട്ടികളെയുമാണ് SFI സംരക്ഷിച്ചത്. നമുക്ക് ഒരു കാര്യത്തിൽ വിജയം അവകാശപ്പെടാം, അത് മറ്റുള്ളവർക്ക് പൂർണ്ണമായി ബോധ്യപ്പെടുകയാണ് എങ്കിൽ. എല്ലാവരെയും എല്ലാം പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ കഴിയില്ല എങ്കിലും ഒരു പൊതുവികാരം നമുക്കെതിരാണെങ്കിൽ ഇപ്പോഴും സമരഭടന്മാർ അവിടെ ഉണ്ട് എങ്കിൽ, ഇപ്പോഴും സമരപ്പന്തലുകൾക്ക് പൊതുസമൂഹത്തിന്റെ മുന്നിൽ പ്രസക്തി ഉണ്ട് എങ്കിൽ, ജെയ്ക്, നിങ്ങൾ പൊളിച്ചത് സമരപ്പന്തലല്ല, സമരത്തെയാണ്. ഒരു സംശയം വേണ്ട ശ്രീ വേണു, നിങ്ങൾ ഉദ്ദേശിച്ച മറ്റുള്ളവർ ആരാണ്? അവർക്കൊക്കെ പൊളിറ്റിക്കൽ അജണ്ടയുള്ളവരാണ്. ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ട്. ഇപ്പോൾ ASFന്റെ ശ്രീ സുബേഷ് അദ്ദേഹത്തിന് അഭിപ്രായം പറയാൻ വേണ്ടി പോകുന്നേ ഉള്ളൂ. അതേപോലെ തന്നെ അവിടെ സ്വതന്ത്രമായി സമരം ചെയ്യുന്ന പെൺകുട്ടികളും അവരുടെ അഭിപ്രായം പറയാൻ വേണ്ടി പോകുന്നുള്ളൂ. ചിലപ്പോൾ ഒരുപക്ഷേ ഈ ചർച്ചയിൽ അവരുടെ പ്രതിനിധികൾ പങ്കെടുക്കും, അവരുടെ അഭിപ്രായം പറയുമെന്ന് തന്നെയാണ് ഞാനും കരുതുന്നത്. ഇന്നലെ അവിടെ നടന്ന ചർച്ചയുടെ ആകത്തുക എന്തായിരുന്നു? നമ്മളെല്ലാവരും കണ്ടതായിരുന്നല്ലോ. ഇന്നലെ അവിടെ നടന്ന ചർച്ച വൈകിട്ട് ആരംഭിച്ചപ്പോൾ മുതൽ ബാക്കി ഇതര വിദ്യാർത്ഥി സംഘടനകൾ ഇറങ്ങിപ്പോകുന്നു. ഇന്ന് രാവിലെ വീണ്ടും ഇറങ്ങിപ്പോകാത്തൊരു വിദ്യാർത്ഥി സംഘടന ചെയ്യുന്ന SFIയും അതേപോലെ തന്നെ സ്വതന്ത്രമായി ആ ചർച്ചയിൽ പങ്കെടുത്ത പെൺകുട്ടികളെയും ചർച്ചയ്ക്ക് വിളിക്കുന്നു. കുറച്ച് ആളുകൾ വ്യത്യസ്തമായ ഇടവേളകൾ ഞങ്ങൾ ചർച്ചയിൽ പങ്കെടുക്കുന്നു. ഏറ്റവും ഒടുവിൽ ചർച്ചയിൽ തീരുമാനമുണ്ടാകും. ഈ ചർച്ച വന്ന ഘട്ടത്തിലൊക്കെ മാതൃഭൂമി ന്യൂസ് ആയിരുന്നു അതിൻ്റെ 1ാം സ്ഥാനത്ത്. ആ സമയത്ത് ഉൾപ്പെടെ നിങ്ങൾ വിട്ട പ്രധാനപ്പെട്ട ബ്രേക്കിംഗ് ന്യൂസുകൾ, സ്ക്രോൾ ന്യൂസുകളൊക്കെ SFI മലക്കം പറഞ്ഞു വിദ്യാർത്ഥികളെ വഞ്ചിക്കാൻ വേണ്ടി പോകും. ഈ അർത്ഥം വരുന്ന സ്ക്രോളുകളായിരുന്നു പുറത്തേക്ക് വിട്ടത്. ഞാൻ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത് ഈ ശ്രീ നാരായണൻ നായർ ഉൾപ്പെടെയുള്ള ആ ലോ അക്കാഡമിയിലെ ഡയറക്ടർമാർ ഒപ്പിട്ട് തന്ന 17 ആവശ്യങ്ങൾ അംഗീകരിച്ചുകൊണ്ടുള്ള എഗ്രിമെന്റ് കേരളത്തിന്റെ സമീപകാല വിദ്യാർത്ഥി രാഷ്ട്രീയ സമര ചരിത്രത്തിലെ ഏറ്റവും തിളക്കമാർന്ന മാനിഫെസ്റ്റോയാണ്. ഇത്തരം അവകാശവാദങ്ങൾ നിങ്ങൾ മുന്നോട്ട് വെക്കുന്നു ഈ കടലാസിന്റെ പിൻബലത്തിൽ. ഇതിന്റെ കാര്യം നാരായണൻ നായർ പറഞ്ഞത് തൊണ്ട തൊടാതെ വിഴുങ്ങിയിരിക്കുന്നു നിങ്ങളെന്നുകൊണ്ടാണ്. ഞാൻ ഒറ്റ കാര്യം പറയാം, ഈ കടലാസ് അസാധുവാക്കുന്ന ഒരു കാര്യം പറയാം. ഇപ്പൊ ഇതിന്റെ പ്രിൻസിപ്പലിനെ മാറ്റി ഒരു വൈസ് പ്രിൻസിപ്പൽ ആയിരുന്ന മറ്റൊരാളെ ചുമതലയ്ക്ക് വെച്ചു. ഇതിനുശേഷം നിങ്ങൾ അതും കൂടെ അംഗീകരിച്ചിറങ്ങിയതാണ്. ഇപ്പൊ അറിയുന്ന എന്താണ്? അദ്ദേഹത്തിന് ആ പദവിയിൽ ഇരിക്കാനുള്ള യോഗ്യതയില്ല, അദ്ദേഹത്തിന് PhD ഇല്ല, അദ്ദേഹത്തിന് ഡോക്ടറേറ്റ് ഇല്ല, അദ്ദേഹത്തിന് പ്രായപരിധി ലംഘിച്ചുകൊണ്ടുള്ളതാണ്. അപ്പൊ നാരായണൻ നായർക്ക് തോന്നുന്ന ഉപായം, നാരായണൻ നായർക്ക് തോന്നുന്ന പരിഹാരം, അത് വെള്ളം തൊടാതെ വിഴുങ്ങിയിട്ട് വന്നിട്ട് ആ കടലാസ് ഉയർത്തിക്കാട്ടി ഹുങ്ക് കാട്ടരുത്. ഒരു സംശയം വേണ്ട ശ്രീ വേണു, നിങ്ങൾ പറയുന്നു നാരായണൻ നായർ പറയുന്നത് തൊണ്ട തൊടാതെ വിഴുങ്ങാൻ വേണ്ടി പോയത് അല്ലേ? അല്ല, അവിടെ ഞങ്ങൾ പോയത് ശ്രീ വേണു, നിങ്ങൾ പറയാൻ സമയമെടുക്കുന്ന അതേസമയം നിങ്ങൾ ഉന്നയിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി നൽകാൻ എനിക്ക് നൽകണം. അല്ലെ പിന്നെ ഞാൻ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നതിൽ അർത്ഥമില്ല. അതാണ് ജനാധിപത്യപരമായ മര്യാദ. ഇവിടെ ലക്ഷ്മി S നായർ എന്ന് പറയുന്ന ലോ അക്കാഡമിയുടെ പ്രിൻസിപ്പൽ, ആ വലിയ സ്ഥാപനത്തിന്റെ ലെഗസിക്ക് ഘടകവിരുദ്ധമായി മുഴുവൻ വിദ്യാർത്ഥി പ്രശ്നങ്ങളുടെയും കൂട്ടക്കുഴപ്പങ്ങളുടെ കേന്ദ്ര സ്ഥാനമായിരുന്ന പ്രിൻസിപ്പൽ, ആ പ്രിൻസിപ്പലിനെ ഇനിയൊരു ദിവസം ലോ അക്കാഡമിയിൽ ക്ലാസ് തുടങ്ങുമ്പോൾ ആ പ്രിൻസിപ്പലിന്റെ കസേരയിൽ ലക്ഷ്മി S നായർ ഉണ്ടാവുകയില്ല എന്ന് ഞങ്ങൾ അർത്ഥശങ്കകൾക്കിടയില്ലാത്തവണ്ണം ഈ സമരത്തിൽ മുദ്രാവാക്യം മുഴക്കിയവരാണ് ഞങ്ങൾ. നാളെ ലോ അക്കാഡമിയിൽ ക്ലാസ് തുടങ്ങുമ്പോൾ വാദം പൊളിയുന്നത് പകരം നിങ്ങൾ കസേരയിൽ കൊണ്ടുവയ്ക്കാൻ സമ്മതമൂളിയ വ്യക്തി എനിക്ക് സമയം നൽകാൻ നിങ്ങൾ ഞാൻ അതിലേക്കാണ് വരുന്നത്. അപ്പോൾ നാളെ അക്കാഡമിയിൽ ക്ലാസ് തുടങ്ങുമ്പോൾ പ്രിൻസിപ്പൽ കസേരയിൽ ഇരിക്കുന്ന വ്യക്തി ഡോക്ടർ ലക്ഷ്മി S നായർ അല്ല. അവിടെ ഞങ്ങളുടെ സമരത്തിന്റെ മുദ്രാവാക്യം, ആദ്യത്തെ മുദ്രാവാക്യം വിജയിച്ചു. ആദ്യത്തിൽ തന്നെ എങ്ങനെയെങ്കിലും വ്യത്യസ്ത അഭിപ്രായമുണ്ട്. എന്താണ് പറഞ്ഞിരിക്കുന്നത് മാനേജ്മെന്റിന്റെ ഈ തീരുമാനം ലക്ഷ്മി അംഗീകരിക്കുമെന്ന് ഞങ്ങൾ കരുതുന്നു. ലക്ഷ്മി മാനേജ്മെന്റുമായി സഹകരിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഇത് ജയിക്കെ അവരുടെ മാത്രം ബോധ്യമാണ്, അതിൽ അവർക്ക് പോലും സംശയമുണ്ട്. അതിൽ ലക്ഷ്മി നായരുടെ ഉദാരമായ സമീപനമാണ് പ്രത്യുപകാരമായി പ്രതീക്ഷിക്കുന്നത്. എന്നിട്ട് അതാണ് വലിയ സമരം. ഒരു സംശയവും വേണ്ട. കോടതിയിൽ പോകാനുള്ള അവകാശമുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അവൾ പോകില്ല. പറയുന്നത് നാരായണൻ നായരുടെ അച്ഛന് ലക്ഷ്മി നായരോടുള്ള വിശ്വാസം മാത്രമാണ്. ഞാൻ ഇത്രമേ പറയുന്നുള്ളൂ. ഈ ചർച്ചയിൽ എല്ലാവർക്കും കൊടുക്കുന്ന അവകാശം എനിക്ക് നിങ്ങൾ നൽകാൻ തയ്യാറാവണം.
പിന്നെ രണ്ടാമത് നിങ്ങൾ ഉന്നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ശ്രീ മാധവൻ പോറ്റി എന്ന് വിളിക്കപ്പെടുന്ന അവിടുത്തെ വൈസ് പ്രിൻസിപ്പൽ പ്രായം കവിഞ്ഞു പോയ PhD-യും ഈ പറഞ്ഞ പോലെ ഡോക്ടറേറ്റും രണ്ടും ഒന്നാണ്, അറിയാമായിരിക്കുമല്ലോ. അപ്പോൾ ഇതൊന്നും ഇല്ല എന്ന് നിങ്ങൾ പറയുന്ന മനുഷ്യൻ, ഞങ്ങൾ അവിടെ പോയത് ഒരു സംശയവും വേണ്ട, പ്രിൻസിപ്പലിനെ മാറ്റാൻ വേണ്ടിയുള്ള ഏറ്റവും ചരിത്രപരമായ ഒരു തീരുമാനം ഈ സമരത്തിന്റെ ഭാഗമായി ഉണ്ടാവുകയാണ്. പകരം വൈസ് പ്രിൻസിപ്പലിന് ചുമതല കൊടുക്കുന്നു. ഞങ്ങൾ അവിടെ പോയത് മാധവൻ പോറ്റി എന്ന് വിളിക്കപ്പെടുന്ന അവിടുത്തെ വൈസ് പ്രിൻസിപ്പലിന്റെ പ്രായമോ യോഗ്യതയോ തിരക്കാൻ വേണ്ടിയിട്ടല്ല, നിലവിലുണ്ടായിരുന്ന പ്രിൻസിപ്പലിനെ മാറ്റാൻ വേണ്ടിയിട്ടാണ്. ഒരു സംശയം വേണ്ട. തെറ്റായ ഒരു കാര്യം ചെയ്യുന്നു എങ്കിൽ നാരായണൻ നായർക്ക് അറിയാം ഇതിലെ യോഗ്യത എന്താണ് എന്ന്, നാരായണൻ നായർക്കറിയാം ഇതിലെ പ്രായപരിധി എന്താണ് എന്ന്. എന്നിട്ടും അത് ലംഘിക്കുന്നുവെങ്കിൽ നാരായണൻ നായർക്ക് താല്പര്യമുള്ള ഒരാൾ അവിടെ വരുന്നു എന്നതാണ്. അപ്പോ അതാണ് ഈ ഒത്തുതീർപ്പ്, ഒറ്റുകൊടുക്കൽ എന്നൊക്കെയുള്ള ആക്ഷേപത്തിന് കാരണമാകുന്നത്. പിന്നെ മാത്രമല്ല, ഞാൻ ആദ്യം പറഞ്ഞൊരു കാര്യത്തിനോട് മറുപടി പറയൂ. ലക്ഷ്മി ഇത് അംഗീകരിക്കും, അവൾ ഇങ്ങോട്ട് വരില്ല എന്ന് അച്ഛൻ പറയുന്നത് കേൾക്കാനാണോ പോയത്? ഇതൊരു അച്ഛൻ മകൾ ബന്ധം ഊട്ടിയുറപ്പിക്കാനുള്ള അവസരമല്ല സാർ. ഞങ്ങൾ അങ്ങനെ അച്ഛൻ മകൾ ബന്ധം ഊട്ടിയുറപ്പിക്കാൻ വേണ്ടി പോയവർ അല്ലോ സാർ. ഞങ്ങൾ ഒരു സംശയവും വേണ്ട. ഞാൻ മറുപടി പറഞ്ഞല്ലോ, മാധവൻ പോറ്റിയുടെ യോഗ്യത അളക്കാൻ വേണ്ടി പോയവരല്ല, ഈ അവിടെ ഉണ്ടായിരുന്ന പ്രിൻസിപ്പലിനെ മാറ്റാൻ വേണ്ടി പോയതാണ്. ആ സ്ഥാനത്ത് നിന്ന് മാറ്റി പകരം വൈസ് പ്രിൻസിപ്പൽ ചുമതലയെടുക്കുന്നു പറഞ്ഞു. സ്വാഭാവികമായി അവിടെ അനുകൂലമായ ഒരു തീരുമാനം ഉണ്ടായപ്പോൾ അവിടെ നിലവിൽ പുതുതായി വരുന്ന പ്രിൻസിപ്പലിന്റെ SSLC പാസ്സായതാണോ, +2 പാസ്സായതാണോ, ഡിഗ്രി പാസ്സായതാണോ, ഒളിച്ചുകടത്തപ്പെടുന്ന താല്പര്യങ്ങൾ അങ്ങനെ ഒളിച്ചുകടത്തപ്പെടുന്ന താല്പര്യങ്ങൾ അംഗീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളായി നിങ്ങളുടെ പാർട്ടിയും അതിന്റെ പ്രതിനിധിയായി അതിനോട് ക്ലാരിഫൈ ചെയ്യാം. ഈ മാധവൻ പോറ്റിക്ക് PhD യോഗ്യതയും പ്രായപരിധിയുടെ പ്രശ്നമുണ്ടെങ്കിൽ അദ്ദേഹവും അവിടെ പ്രിൻസിപ്പളായി തുടരാൻ ഞങ്ങൾ വീണ്ടും സമരം കഴിക്കേണ്ടി വരും. സമരം പ്രസക്തമാകുന്ന കാര്യങ്ങളാണ് അവിടെ നിന്ന് വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നത്. മാധവൻ പോറ്റിയുടെ കാര്യത്തിൽ നിങ്ങൾ ശരി കാണുന്നുണ്ട് എങ്കിൽ ലക്ഷ്മി നായരുടെ കാര്യത്തിൽ ശരി കാണാനുള്ള ശുഭേഷിന്റെ അവകാശത്തെയും VV രാജേഷിന്റെ അവകാശത്തെയും ജയിക്ക് മാനിക്കട്ടെ. രാജേഷ്, ജയിക്കിനോട് ചോദിക്കട്ടെ, നിങ്ങൾ പോയ ചർച്ചയ്ക്ക് പോയ ടീമിൽ LLB സ്റ്റുഡൻസ് ആരെങ്കിലും ഉണ്ടായിരുന്നു? വാട്ട് ഇസ് ദ ലീഗൽ വാലിഡിറ്റി? വേണു, ഇവർക്ക് ചർച്ച നടത്തി ഒത്തുതീർപ്പായ ഈ കടലാസിൽ ഒപ്പിട്ടിരിക്കുന്നത് ഒന്ന് ഡയറക്ടർ നാരായണൻ നായർ, മറ്റ് 3 ഡയറക്ടേഴ്സ് നാഗരാജൻ, അങ്ങനെയുള്ളവർ. ഇതിൽ ലക്ഷ്മി നായരുടെ ഒപ്പില്ല. നാളെ രാവിലെ നെക്സ്റ്റ് വർക്കിംഗ് ഡേ ലക്ഷ്മി നായർ ഹൈക്കോടതിയിൽ പോകുന്നു. എനിക്ക് ഷോക്കാസ് തന്നിട്ടില്ല, എന്റെ ഭാഗം കേട്ടില്ല, മാനേജ്മെന്റ് ഏകപക്ഷീയമായിട്ട് ഒരു ഉപസമിതിയെ വെച്ചു. ആ ഉപസമിതിയിലെ അംഗങ്ങൾ എല്ലാവരും ഉണ്ട്. ഈ പ്രിൻസിപ്പളിന് അവരുടെ ഭാഗം കേൾക്കാനുള്ള അവസരം കൊടുത്തില്ല. നാച്ചുറൽ ജസ്റ്റിസ് ആണ് അത്. അപ്പോൾ നാച്ചുറൽ ജസ്റ്റിസ് എനിക്ക് ലംഘിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അത് അവരെ പുറത്താക്കുകയാണ് എങ്കിലാണ് ഈ പറയുന്ന തരത്തിൽ നാച്ചുറൽ ജസ്റ്റിസിന്റെ നീക്കുക എന്നത് ഒരു മാനേജറിന് എടുക്കാവുന്ന തീരുമാനമാണ്. ഞാൻ പറയട്ടെ ജയിക്ക്, ഞാൻ പറയട്ടെ ജയിക്ക്, ഇതിൽ ഭൂരിപക്ഷം ഉണ്ടോ? ഭൂരിപക്ഷം ഡയറക്ടർ ബോർഡ് മെമ്പേഴ്സിൽ ഒപ്പിട്ടിട്ടുണ്ടോ? ഡയറക്ടർ ബോർഡ് 21 പേര്. ഈ ഭരണസമിതി ഗവേണിംഗ് ബോഡിയാണ് ഈ 5 പേരടങ്ങുന്ന ഉപസമിതിയെ വെക്കുന്നത്. വേണു, ഞാൻ ചോദിക്കട്ടെ, ഒരു നിമിഷം വി വി, ഇന്നലത്തെ ചർച്ചകളിൽ ABVP അടക്കം പങ്കെടുത്തല്ലോ. ഇതേ ഗവേണിംഗ് കൗൺസിലിന്റെ ഇതേ ഗവേണിംഗ് കൗൺസിൽ ചുമതലപ്പെടുത്തി 5 അംഗ സമിതി വിളിച്ച ചർച്ചയ്ക്കാണല്ലോ പോയത്. ഇന്നലെ രാത്രി വരെ ഇല്ലാത്ത സാധുതാ പ്രശ്നം ഇന്ന് ഉന്നയിക്കുന്നില്ല. ഇന്നലെ രാത്രി ഇങ്ങനെ ഒരു എഗ്രിമെന്റ് ഇല്ല. ഇന്നലെ 21 അംഗ ഭരണസമിതിയുടെ മുൻപാകെയാണോ ABVP പോയതല്ലോ? ഞാൻ വേണോ അല്ലല്ല, താങ്കൾ ചോദിക്കുന്നതേ 5 പേരുടെ ഒരു സമിതിയാണ് വിളിക്കുന്നത്. നിങ്ങൾ അതിനെ അംഗീകരിച്ചു. ആ സമിതി വിളിച്ച ചർച്ചയ്ക്ക് നിങ്ങൾ സന്നിഹിതരായി. അപ്പോഴൊന്നുമില്ലാത്ത ഇത് സാധു അല്ല എന്ന നിലപാട് ഇപ്പോഴും ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ട് വേണു. അതായത് ഇന്നലെ രാത്രി ഇങ്ങനെ ഒരു എഗ്രിമെന്റ് ഇല്ല. 5 അംഗ സമിതിയുടെ മുമ്പാകെ ABVP ഉൾപ്പെടെ ഉള്ളവർ വച്ചത് ലക്ഷ്മിയുടെ രാജിയാണ്, പ്രിൻസിപ്പലിന്റെ രാജിയാണ്. അങ്ങ് പറഞ്ഞത് ഇത് ഭൂരിപക്ഷം 5 അംഗങ്ങളല്ലേ ഉള്ളൂ, ലക്ഷ്മിയുണ്ട്. ഇതാണ് അവസരവാദപരമായ സമീപനം. ഈ കടലാസിന്റെ ആധികാരികത ചോദ്യം ചെയ്യുകയാണ്. ഇതിൽ ഭൂരിപക്ഷ അംഗങ്ങളുണ്ടോ എന്നൊക്കെ. എങ്കിൽ പിന്നെ എന്തിനാണ് ഇദ്ദേഹത്തിന്റെ വിദ്യാർത്ഥി സംഘടന ഇന്നലെ ഇതേ സമിതിക്ക് മുൻപാകെ അതവിടെ നിൽക്കട്ടെ. ആ സമിതിയെ നിങ്ങൾ അംഗീകരിച്ചോ ഇല്ലയോ എന്നതാണ്. അങ്ങ് ഇപ്പോൾ തള്ളിക്കളയുന്ന സമിതി ഇന്നലെ വരെ അംഗീകരിച്ചതാണ്. ശ്രീ വേണു, ഇതിനകത്ത് കാതലായ വിഷയം ഇപ്പോൾ ഇന്നലെ സമരം ചെയ്തുകൊണ്ടിരുന്നു എല്ലാവരും ഒറ്റക്കെട്ടായിട്ടാണ്. ഞാൻ ഇവിടെ ഈ ഫ്ലോറിൽ തന്നെ വന്നിട്ട് പലപ്പോഴും ചർച്ച പറഞ്ഞിട്ടുണ്ട്. CPM-ൻ്റെയോ SFIയുടെയോ നിലപാടുകളെ സംബന്ധിച്ച് ഇപ്പോഴും നമുക്ക് സംശയിക്കാനാകില്ല. പക്ഷേ ഇന്നലെ മുതൽ നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. പല കാരണങ്ങൾ കൊണ്ടാണ്. ഒന്ന്, ഈ SFI ജയിക്ക് ഇവിടെ ഉണ്ട്. ജയിക്ക് പലപ്പോഴും പറയാറുണ്ട് 11-ാം തീയതി തുടങ്ങിയ സമരത്തിൽ 14-ാം തീയതി തട്ടുപൊളിച്ചാണ് SFI സമരരംഗത്തേക്ക് വരുന്നത്. ഇപ്പോൾ അവസാനം വന്നു, ആദ്യം പോകുന്നു, അത്രയേ ഉള്ളൂ പ്രശ്നം. അത് അവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. അത് പിന്നീട് പാർട്ടിയിലേക്ക് പോവുകയാണ്.
സിൻഡിക്കേറ്റ് ഇതിപ്പോൾ നമ്മൾ കൂട്ടി വായിക്കട്ടെ, ഇന്ന് ഗവൺമെന്റ് സിൻഡിക്കേറ്റ് കൊടുത്ത ഉപസമിതിയുടെ റിപ്പോർട്ട്. അല്ല, എനിക്കറിയേണ്ടത് ജയിക്ക് ഉയർത്തിക്കാട്ടുന്ന ഈ കടലാസ് ഉണ്ടല്ലോ, ഇതിനെ നിങ്ങൾ തള്ളിക്കളയുന്നത് എന്താ? ഞാൻ പറഞ്ഞില്ലല്ലോ അങ്ങനെ അവിടെ. പക്ഷേ അതിന്റെ നിയമസാധുതയെ സംബന്ധിച്ച് കുറെ പ്രശ്നങ്ങൾ, അത് ഇതല്ല അവിടെ പ്രശ്നം. അല്ല, ഇതേ കാര്യങ്ങൾ മാനേജ്മെന്റ് വാർത്താ സമ്മേളനത്തിലൂടെയും പറഞ്ഞിട്ടുണ്ട്. ഞാൻ അവിടെയല്ല പ്രശ്നം. ഈ അവരുടെ നാച്ചുറൽ ജസ്റ്റിസിന്റെ ഭാഗം അവരെ സസ്പെൻഡ് ചെയ്യുന്നതിന് പോലും അവരെ മാറ്റി നിർത്തുകയാണ്. 5 വർഷത്തേക്ക്, ഒരു ലോങ് പീരീഡിലേക്ക് 1-2 ദിവസത്തേക്ക് മാറി നിൽക്കല്ല. ഒരു പ്രിൻസിപ്പൾ മാറി നിൽക്കുമ്പോൾ എന്തുകൊണ്ട് ലക്ഷ്മി നായരുടെ ഭാഗത്ത് നിന്ന് ഒരു പ്രതികരണം ഇതിനുണ്ടായില്ല? സിമ്പിൾ ക്വസ്റ്റ്യൻ. ഞാൻ മാറി നിൽക്കാൻ ഞാനിവിടെ സമ്മതിച്ചിട്ടുണ്ട് എന്ന് പറയാൻ ഇതുവരെ തയ്യാറായിട്ടുണ്ടോ? നമ്പർ 1. 2, അവൾ മാറി നിൽക്കും. വേണു പറഞ്ഞതുപോലെ അവൾ മാറി നിൽക്കുമെന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ മകളിലുള്ള വിശ്വാസം അവിടെ കാണുന്നത്. അവിടെ അതിനപ്പുറമായിട്ട് പ്രിൻസിപ്പളിൻ്റെ ഭാഗത്ത് നിന്ന് ഇതുവരെ ഒരു കമൻറ്റ് വന്നിട്ടില്ല. ഇവിടെ ഇത്രയും വലിയ സമരം നടക്കുമ്പോഴും ഇന്ന് കോടതിയിൽ പോയ അവസ്ഥയെക്കുറിച്ച് നമുക്കറിയാം. ആ മാനേജ്മെന്റിനെ കേരളത്തിലെ പൊതുസമൂഹം വിശ്വസിക്കുന്നില്ല എന്നുള്ളത് അക്ഷരാർത്ഥത്തിൽ ശരിയാണെന്ന് ഞാൻ പറയാതെ വേണമെന്ന് അറിയാമല്ലോ. തുടക്കം മുതൽ ആ ട്രസ്റ്റ് സൊസൈറ്റി ഉണ്ടാക്കിയത് മുതൽ നാളെ വരെയുള്ള വിഷയങ്ങളെ സംബന്ധിച്ച് ശുഭേഷ്, ഇവിടെ ഈ പറയുന്ന ലക്ഷ്മി നായർ നേരിട്ട് തന്നെ വന്ന് മാധ്യമങ്ങളിലൂടെ പൊതുസമൂഹത്തോട് ഞാൻ ഒഴിഞ്ഞു എന്ന് പറയാതിരിക്കുന്നത് കൊണ്ടാണോ നിങ്ങളും ഈ കടലാസിനെ സംശയിക്കുന്നത്? ഞങ്ങൾ പറഞ്ഞല്ലോ, ഞങ്ങൾ AISF ഉൾപ്പെടെയുള്ള സംഘടനകളാണ് അവിടെ ആദ്യം സമരത്തിനുണ്ടായിരുന്നത്. ആ സമരം വിദ്യാർത്ഥി സംഘടനകളുടെ നല്ല ഐക്യത്തിൽ മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിലാണ് ഇന്നലത്തെ ചർച്ചയിൽ ഞങ്ങൾ പോകാൻ തീരുമാനിച്ചത്. അവിടുത്തെ സമരസമിതിയുടെ ഒരു വികാരത്തിൻ്റെ, അവരുടെ എല്ലാം ആഗ്രഹത്തിൻ്റെ ഫലമായി തന്നെയാണ്. ഞങ്ങളിതിൻ്റെ സാധ്യതയെ സംബന്ധിച്ചും മറ്റു കാര്യങ്ങളെ സംബന്ധിച്ചും ഒക്കെ മനസ്സിലാക്കിയവരാണ്. എങ്കിലും അവിടെ സമരം ചെയ്ത് 20 നാൾ നീണ്ടു നിൽക്കുന്ന ഒരു നിരാഹാര സമരത്തിൻ്റെ മുന്നിൽ ഇനിയും അതിനെ അനന്തമായി നീട്ടിക്കൊണ്ടുപോകുന്നത് ഇതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു ഫോർമുല ഉൾത്തിരിയുമെങ്കിൽ അതിനെ സംബന്ധിച്ച് ഒരു അവരുമായിട്ടുള്ള സംഭാഷണത്തിന് വേണ്ടിയിട്ടാണ് പോയത്. അപ്പോഴും ഞങ്ങളുടെ എല്ലാം മനസ്സിലുള്ള ഏറ്റവും വലിയ ചോദ്യം, പ്രസക്തമായൊരു ചോദ്യം, ഞാനും ജയിക്കും ഉൾപ്പെടെയുള്ള ABVPയുടെയും KSUവിൻ്റെയും ഒക്കെ വിദ്യാർത്ഥി പ്രതിനിധികൾ വിദ്യാഭ്യാസ മന്ത്രി വിളിച്ചു ചേർത്ത ചർച്ചയിൽ പങ്കെടുത്തിരുന്നു. അന്ന് മന്ത്രി പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട വാദം, ഉപസമിതിയുടെ റിപ്പോർട്ട് വരട്ടെ, സിൻഡിക്കേറ്റിൻ്റെ തീരുമാനം വരട്ടെ. അന്ന് ഞങ്ങൾ മാനേജ്മെൻറ്റുമായി ചർച്ച ചെയ്ത് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മന്ത്രി തന്നെ ഈ ചർച്ചയ്ക്ക് ഇതുമായി ബന്ധപ്പെട്ടൊരു പരിഹാരത്തിന് നിർദ്ദേശം തരുമെന്ന് തന്നെ വിശ്വസിച്ചവരാണ്. ആ സാഹചര്യത്തിലും ഞങ്ങൾ ഈ സമരസമിതിയുടെ വികാരത്തോടൊപ്പം ചേർന്ന് നിന്ന് സ്വാഭാവികമായി ചർച്ചയ്ക്ക് പോയെങ്കിലും അവിടെ നടന്നത് അപഹാസ്യമായൊരു നാടകമാണെന്ന് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് ആ ചർച്ചയിൽ നിന്ന് ഞങ്ങൾ പിന്നോട്ടിറങ്ങി വന്നത്. ആ ചർച്ചയ്ക്ക് ഇനി അവിടെ സ്കോപ്പില്ല എന്ന് ഞങ്ങൾ മനസ്സിലാക്കി. ശരി, ഇന്നലത്തെ കാര്യത്തിൽ നിങ്ങൾ പറയുന്നത് ഒരു വാദത്തിന് അംഗീകരിച്ചാൽ തന്നെ ഇന്ന് ഇപ്പോ അംഗീകരിക്കപ്പെട്ടു എന്ന് ജയ്ക്ക് ഉയർത്തിക്കാട്ടുന്ന ഈ വ്യവസ്ഥകളുണ്ടല്ലോ, ഇതിനെ നിങ്ങൾ സംശയിക്കുന്നതിന്റെ കാരണം എന്താ? ഇപ്പോ VV പറഞ്ഞു അതിന് ഭൂരിപക്ഷമില്ല എന്ന്, ജ്യോതി പറയുന്നു അതിൽ ലക്ഷ്മി നായർ നേരിട്ടേറ്റ് പറഞ്ഞിട്ടില്ല എന്ന്. അതുപോലെ ഒന്നാടിയതോട്ടെ, ഇതിനകത്ത് പുതുതായിട്ടൊന്നുമില്ല. ലക്ഷ്മി നായരെ മാറ്റുന്ന കാര്യത്തിൽ മാത്രമേ തർക്കം ഉണ്ടായതുള്ളൂ. ഈ ബാക്കി കാര്യങ്ങളെല്ലാം സിൻഡിക്കേറ്റ് തീരുമാനിച്ചതാണ്. ഈ വ്യവസ്ഥകളൊന്നും നിലനിൽക്കുന്ന വ്യവസ്ഥകളല്ല, നമുക്കെല്ലാം ബോധ്യപ്പെട്ടിട്ടുള്ള. ജയ്ക്ക് പോലും ഇവിടെ പറഞ്ഞ സമയത്ത് നമുക്ക് ബോധ്യപ്പെട്ട കാര്യമാണ്. ഇവിടുത്തെ വൈസ് പ്രിൻസിപ്പലിന്റെ ചുമതല നിശ്ചയിക്കപ്പെട്ട സാഹചര്യം. വൈസ് പ്രിൻസിപ്പലിന്റെ കാര്യം ഇവിടെ നിൽക്കട്ടെ ശുഭേഷ്, ഇത് SFIക്കാരോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു സംഘടനയോ പ്രത്യേകമായി നേടിയെടുത്ത വിജയമാണ് എന്നതുകൊണ്ടൊരു ദുരഭിമാനം വേണ്ടാതെ അംഗീകരിക്കാൻ. കാരണം നാരായണൻ നായർ തന്നെ പിന്നീട് പറഞ്ഞു 5 വർഷത്തേക്ക് അവരെ മാറ്റി നിർത്തുന്നത് ഈ സിൻഡിക്കേറ്റ് ഉപസമിതിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ടാണ് ഇവിടെ, അല്ലാതെ നിങ്ങൾ ആരെങ്കിലും ഉന്നയിച്ച 5 വർഷമല്ല, 5 വർഷത്തിലേക്ക് ആ മാനേജ്മെന്റ് എത്തുന്നത് സർവകലാശാല അങ്ങനെ ഒരു നിർദ്ദേശം നൽകിയിരിക്കുന്നത് കൊണ്ടാണ്. ഇവിടെ ഒരു ദുരഭിമാനത്തിന്റെ പ്രശ്നമൊന്നുമല്ല. ഇവിടെ ഞങ്ങളവിടെ വിദ്യാർത്ഥി സംഘടനകൾ മാത്രമാണോ ആ സമരത്തിൽ തുടരുന്നത്? അവിടെ